പെരുമ്പളം നിവാസികളുടെ ചിരകാല സ്വപ്നം സഫലമാകുന്നു. കേരളത്തിലെ വെമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം. പെരുമ്പളം പാലം ഈ മാസം നാടിന് സമർപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാലം നാടിന് സമർപ്പിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് പെരുമ്പളം നിവാസികൾ ഒരുക്കിയിട്ടുള്ളത്. മഴവില്ലിൻ്റെ മനോഹാരിതയിൽ ഒരു പാലം. നിർമ്മാണം പൂർത്തിയായ പെരുമ്പളം പാലം ഈ മാസം നാടിന് സമർപ്പിക്കും. 100 കോടി രൂപ മുടക്കിയാണ് പെരുമ്പളം പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. പെരുമ്പളം ദ്വീപ് നിവാസികളായ 12,000 പേരുടെ ചിരകാല സ്വപ്നം ഇതോടെ സഫലമാവുന്നു. പെരുമ്പളം ദ്വീപിനെ മറുകരയുമായി ബന്ധിപ്പിക്കുന്ന പാലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളും അതാണ്. പതിറ്റാണ്ടുകളായി സ്വപ്നം കണ്ട പാലം സഞ്ചാരത്തിനായി തുറക്കാൻ പോകുന്നതിൻ്റെ അത്യാഹ്ലാദത്തിലാണ് പെരുമ്പളം നിവാസികൾ. മഴവിൽ നിറമണിഞ്ഞ ആർച്ച് പാലം ഈ മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ആദ്യം വള്ളങ്ങളിലും പിന്നീട് ബോട്ടുകളിലും 13 ബോട്ട് ജെട്ടികളിലും മണിക്കൂറുകൾ ചെലവഴിച്ചാണ് പെരുമ്പളത്തുകാർ മറുകരയിലെത്തിയിരുന്നത്. ആ ദുഃഖത്തിനും ദുരിതത്തിനും പ്രയാസത്തിനും പ്രതിസന്ധികൾക്കുമെല്ലാം ഇപ്പോൾ പരിഹാരമാവുകയാണ്. 1157 മീറ്ററാണ് പെരുമ്പളം പാലത്തിൻ്റെ നീളം. വീതി 11 മീറ്റർ. പാലത്തിൻ്റെ മധ്യഭാഗത്ത് ബോസ്ട്രിംഗ് ആർച്ചുകളും നിർമ്മിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് 12 മീറ്ററാണ് വീതി. പാലത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് ഈ ഭാഗമാണ്. മഴവിൽ നിറങ്ങളാൽ ആകർഷകമാക്കിയിരിക്കുകയാണ് പാലം. 300 മീറ്റർ നീളത്തിലും 9.5 മീറ്റർ വീതിയിലും ഇരുകരകളിലും അനുബന്ധ റോഡുകളുമുണ്ട്. 2016-17 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് പാലത്തിനായി കിഫ്ബിയിൽ നിന്ന് 100 കോടി രൂപ അനുവദിച്ചത്. 2019 നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പാലത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കുമെന്നത് മറ്റൊരു സവിശേഷത. 14 വാർഡുള്ള ദ്വീപിൻ്റെ പടിഞ്ഞാറേക്കരയായ വടുതല ജെട്ടിയിലേക്കാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. 2016-17 കാലത്ത് അരൂർ MLA ആയിരുന്ന അഡ്വക്കേറ്റ് AM ആരിഫാണ് പാലത്തിൻ്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്. അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G സുധാകരനും ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കും ഇതിന് പിന്തുണയേകി. പിന്നീട് വന്ന ദലീമ ജോജോ MLA നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിൽ നേതൃത്വം നൽകി. പാലം തുറക്കുന്നതോടെ റേഷൻ കടകളിലേക്കുള്ള അരിയും മറ്റും ദ്വീപിലേക്ക് കരമാർഗമെത്തും. മുടക്കം കൂടാതെ വൈദ്യുതിയും. ജങ്കാർ കേടായാൽ റേഷൻ കടകളിലേക്ക് അരി എത്തില്ലെന്നതാണ് നിലവിലെ സ്ഥിതി. ജങ്കാറിലൂടെ എത്തിയിരുന്ന കെട്ടിട നിർമ്മാണ സാമഗ്രികളും മറ്റും കുറഞ്ഞ ചെലവിൽ ഇനി പാലം വഴി ദ്വീപിലേക്ക് എത്തും. പാലത്തിലൂടെ ദ്വീപിലേക്ക് മുടക്കം കൂടാതെ വൈദ്യുതി എത്തുന്നതും ആശ്വാസമാണ്. ദ്വീപിലേക്ക് നിലവിൽ വൈദ്യുതി എത്തുന്നത് എറണാകുളം ജില്ലയിലെ പൂത്തോട്ട ഭാഗത്തു നിന്നാണ്. അതിനാൽ അവിടുത്തെ വൈദ്യുതി മുടക്കം ദ്വീപിനെയും ബാധിച്ചിരുന്നു. അരുക്കുറ്റി വടുതലയിലെ KSEBയിൽ നിന്ന് പാലം വഴി വൈദ്യുതി കേബിൾ എത്തുന്നതോടെ പൂത്തോട്ടയിലെ വൈദ്യുതി മുടക്കം പെരുമ്പളത്തെ ബാധിക്കാതെയാകും. പൂത്തോട്ടയിൽ നിന്നുള്ള വൈദ്യുതി ലൈൻ നിലനിർത്തിയാണ് പുതിയ ലൈൻ സ്ഥാപിച്ചത്. പാലത്തിൽ ഇരുകരകളിൽ നിന്നുമുള്ള വൈദ്യുതി പെരുമ്പളത്തെ കൂടുതൽ പ്രകാശമാനമാക്കും. പാലം വരുന്നതോടെ വിനോദസഞ്ചാരത്തിലൂടെ പെരുമ്പളത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സംരംഭകരും എത്തുകയാണ്. കാട് പിടിച്ചു കിടന്ന സ്ഥലങ്ങൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. ഗുണമേന്മയുള്ള പെരുമ്പളം നാളികേരവും കുടംപുളിയും എല്ലാം പാലം വഴി മറുകരയിൽ എത്തിച്ച് മികച്ച വിലയ്ക്ക് വിൽക്കാൻ കഴിയും. വ്യത്യസ്ത ഇനം പച്ചക്കറികളുടെ വിപണന സാധ്യതയും വർദ്ധിക്കും. പാലം നാടിന് സമർപ്പിക്കുന്നതോടെ ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെയുള്ള KSRTC സർവീസുകളുടെ ഉദ്ഘാടനവും പെരുമ്പളത്ത് നടക്കും. തിരുവനന്തപുരം, എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കാകും ആദ്യ സർവീസുകൾ നടക്കുക. ഉദ്ഘാടനത്തിന് 1 ആഴ്ച മുമ്പേ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങളാണ് പെരുമ്പളം നിവാസികൾ നടത്തിയിട്ടുള്ളത്. പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നമാണ് ഇതോടെ സഫലമാകുന്നത്. പെരുമ്പളത്തുകാർക്ക് ആശ്വാസത്തിൻ്റെ നിമിഷങ്ങൾ.